തൃക്കടിയേരി മൂന്നുമൂർത്തി ക്ഷേത്രത്തിലെ ക്ലർക്ക് ചക്രപാണി എന്നാണ് എൻ്റെ പേര്. മൂന്നുമൂർത്തി ക്ഷേത്രത്തിലെ ക്ലർക്കും മാനേജറും കൂടിയിട്ടാണ്. ഇവിടെ മൂന്നുമൂർത്തി ക്ഷേത്രത്തിൽ എങ്ങനെ വെച്ചാൽ മൂന്ന് മൂർത്തികൾ, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇങ്ങനെ മൂന്നാളും കൂടിയിട്ടുള്ള അപൂർവ ക്ഷേത്രങ്ങൾ. ഒരു ശ്രീകോവിലാണ് മൂന്നാളും. അങ്ങനത്തെ അപൂർവ ക്ഷേത്രങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് മൂന്നുമൂർത്തി ക്ഷേത്രം. അതിൽ ശിവനാണ് നടുവിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. വടക്ക് ഭാഗത്ത് വിഷ്ണു, തെക്ക് ഭാഗത്ത് ബ്രഹ്മാവും, മൂന്നും ലിംഗരൂപത്തിൽ സ്വയംഭുവാണ്. പക്ഷെ ശിവൻ നടുവിലാവുകൊണ്ട് ശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടങ്ങളാണ് മുഴുവനുള്ളത്. ചില ഉത്സവങ്ങൾ എന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ജയാബലി പറഞ്ഞൊരു ഉത്സവം ഇവിടെ നടക്കുകയാണ്. ജയാബലി പറഞ്ഞൊരു ഉത്സവം അത് ശിവന്റെ ഭൂതഗണങ്ങൾക്കുള്ളതാണ്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണ് സാധാരണ അത് ചെയ്യാറുള്ളത്. അപ്പോൾ അത് താന്ത്രിക പ്രധാനമായതാണ്, അല്ലാതെ ആഘോഷങ്ങൾക്ക് പ്രാധാന്യമല്ല, താന്ത്രിക പ്രാധാന്യങ്ങൾക്കുള്ളതാണ്. അത് 72 പറ അരി ഹവിസ് ഇട്ടിട്ട് 4 പറ ദണ്ടിടും. ആ ദണ്ട് അഗ്നികോണിൽ തന്ത്രി മുറിക്കും. 4-5 ദിവസത്തെ പ്രോഗ്രാമാണ്. ആ അവസാനത്തെ ദിവസം കഴിയണമെന്ന് ഒരുപാട് ധ്യാനം വഴുകും. പണ്ടൊക്കെ വേഗം കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊക്കെ ആൾക്കാർ ധാരാളം പങ്കെടുക്കുന്നതാവുകൊണ്ട് അങ്ങനെ ഒരു 9-10 മണിയാകുമ്പോഴേക്കും അത് കഴിയും. അങ്ങനെയാണ്. കൊടുവേലിക്കാണ് പ്രാധാന്യമുള്ളത്. കർക്കിടകം 16-ന് ഔഷധസേവ പറഞ്ഞിട്ടൊരു ചടങ്ങ് നമ്മൾ നടത്താറുണ്ട്. ഈ 3 ദേവന്മാർക്ക് പ്രതിനിധീകരിച്ചിട്ടാണ് വെള്ള, നീല, ചുവപ്പ് എന്നുള്ള കൊടുവേലികൾ. ആ കൊടുവേലിയുടെ കിഴങ്ങരച്ചിട്ടാണ് ഔഷധസേവ. അതിൽ ഈ കൊടുവേലി വാതിലിന്റെ കട്ടളപ്പടി കടത്താൻ പാടില്ല. അപ്പോൾ ഓടിന്റെ മുകളിൽ കൂടെ ആദ്യക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം അത് തന്ത്രി അരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഔഷധി മന്ത്രം ചൊല്ലി അവിടെ പൂജിച്ച ശേഷം ജനങ്ങൾക്ക് കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ നവരാത്രി, ശിവരാത്രി ഒക്കെ പ്രാധാന്യം തന്നെയാണ്. ഇടവത്തിലെ രോഹിണിയാണ് മൂന്നുമൂർത്തിയുടെ പിറന്നാള്. ആ പിറന്നാള് വളരെ വിപുലമായിട്ട് ഇപ്പോൾ കൊണ്ടുനടക്കാറുണ്ട്. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതിൽ കൂടെ വളരെ പ്രസാദൂട്ടും അതൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുനടക്കാറുണ്ട്. പിന്നെ ശ്രീകോവില് മൂന്നുമൂർത്തികൾ ഉള്ളത് ബാലരൂപമാണ്. അതായത് അനസൂയയ്ക്ക് 3 കുട്ടികളെ കിട്ടിയ ആ സങ്കല്പമാണ് ഉള്ളത്. അപ്പോൾ 3 ബാലരൂപമാണ് കുട്ടികളായിട്ട്. ക്ഷേത്രത്തിന്റെ തടപ്പള്ളിയാണ്. തടപ്പള്ളിയിൽ എങ്ങനെ വെച്ചാൽ ഇവിടുന്നാണ് നേർച്ച ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാറുള്ളത്. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ മൂന്നുമൂർത്തി ഈ തടപ്പള്ളിയിൽ ഇരുന്ന വാരസദ്യ ഉണ്ട്. അത് കാരണം ഇവിടെ വാരം നടക്കാറില്ല. ബാക്കി പല ക്ഷേത്രങ്ങളിലും വാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മൂന്നുമൂർത്തിയിൽ വാരം നടക്കാറില്ല. അതാണ് കാരണം. എന്താ വെച്ചാൽ ഈ മൂന്നുമൂർത്തി ഇവിടെ നിന്ന് വാരസദ്യ ഉണ്ട് കാരണം. ബാക്കിയുള്ള ഹോമങ്ങളും പൂജകളൊക്കെ ഇവിടെ വെച്ചിട്ട് നടക്കും. ഇതും സാധാരണ ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത പോലെ ഈ കോണില് ഒരു തടപ്പള്ളി ഉണ്ട്. ഈ തടപ്പള്ളിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ജയാബലിക്ക് ഹവിസ് ഉണ്ടാക്കുന്നത് ഈ തടപ്പള്ളിയിലാണ്. ഈ തടപ്പള്ളിയിൽ വെച്ചിട്ട് ഹവിസ് ഉണ്ടാക്കിയിട്ടാണ് ജയാബലിക്ക് ദണ്ട് തൂവ. അല്ലാതെ മറ്റേ ശരിക്കുള്ള ഇതില് അല്ല ചെയ്യുന്നത്. ഈ തടപ്പള്ളിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ക്ഷേത്രത്തിന്റെ ഗണപതിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ഗണപതിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പടച്ചട്ട കെട്ട് യുദ്ധഭാവത്തിലുള്ള ഗണപതിയാണെന്നാണ് പറയണത് കേട്ടിട്ടുള്ളത്. ഒറ്റപ്പം വളരെ വിശേഷമാണ് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് കർഗമാല, കർഗഹോമം ഇതൊക്കെ വളരെ വിശേഷമാണ്. പ്രത്യേകത ഉള്ളത് ചുമർ ചിത്രങ്ങളാണ്. എത്ര വർഷം മുമ്പുള്ളതെന്ന് ഇപ്പോൾ അവൈലബിൾ എവിഡൻസ് ഒന്നും എവിടെയില്ല. പക്ഷേ ഈ ചുമർ ചിത്രങ്ങളിൽ എങ്ങനെയാ വെച്ചാൽ ഈ ദശാവതാരങ്ങൾ മുഴുവൻ ഓരോരോ ഭാഗങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇതൊരു പുനരുദ്ധരിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെലവേറിയതാണ്. ഞങ്ങൾ എന്നാലും ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മനുഷ്യന്റെ ജനനം മുതൽക്ക് മരണം വരെയുള്ളത് മുഴുവൻ എന്തൊക്കെയാണുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. പ്രദോഷ ശിവൻ എന്നാണ് പറയുക. പ്രദോഷം അതായത് മാസത്തില് 2 പ്രാവശ്യം 2 പ്രദോഷം. ആ പ്രദോഷത്തിന് എങ്ങനെയാ വെച്ചാൽ അന്നാണ് ശിവൻ നൃത്തം ചെയ്യുന്നത്. ഇതിന്റെ അടിയിൽ കിടക്കുന്നത് ഭൂതാണ്. ആ ഭൂതച്ച ഈ സൂക്കടുകൾ കണ്ടിട്ടുള്ളത്
അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാസത്തിൽ 2 പ്രാവശ്യം അതിന്റെ മുകളിൽ നൃത്തം ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ എങ്ങനെയാ വെച്ചാൽ അതുപോലെയാണ്. നടുവിൽ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നടുവിൽ ശിവനാണ് സാധാരണ നമ്മൾ ഫോട്ടോയിൽ കാണുക എങ്ങനെ വെച്ചാൽ നടുവിൽ വിഷ്ണു ആയിട്ടാണ്, പക്ഷെ ഇവിടെ ശിവനാണ്. പിന്നെ അത് പാർവതി പരിണയാണ് അപ്പുറത്തുള്ളത്. ചുവർച്ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു അടുക്കും ചുറ്റിയോട് കൂടി വരയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂതമാല എന്ന് പറയുന്നതാണ്. ഏറ്റവും മുകളിൽ ഉണ്ടാകുന്ന പൂവിനെ ഭൂതമാല എന്നും, അത് കഴിഞ്ഞാൽ പക്ഷിമാല എന്നും പക്ഷിപ്പൂവെന്നും വീരാളിപ്പട്ട് എന്നും ഒക്കെ പറയുന്ന 3 തട്ടായിട്ടാണ് ഈ ചുവർച്ചിത്രം നിർമ്മിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ അടങ്ങിക്കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും ചുവർച്ചിത്രം വരയ്ക്കുവാൻ വേണ്ടി ഇവിടെ നിന്നാണ് പഠിച്ച് ഇത് വരച്ച് കണ്ട് പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത്. നാച്ചുറൽ കളറിലാണ് ഈ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ പ്രത്യേകത പോലെയല്ല, നാച്ചുറൽ ആയിട്ടുള്ള കളറിലാണ് ഈ ചുവർച്ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. 2 ദിക്കിലും 2 ദ്വാരപാലകന്മാരാണത്. ഈ ദ്വാരപാലകന്മാരുടെ പുറത്തും ദ്വാരപാലകന്മാരുടെ ചിത്രം തന്നെയാണ്. അതിപ്പോ അടുത്ത കാലത്താണ് ഞങ്ങൾ ചെയ്തത്. നല്ല ചെലവേറിയതാണ്. പിന്നെന്താ പ്രത്യേകത വെച്ചാൽ ഇപ്പോഴത്തെ ഇതൊക്കെ അക്രിലിക് പെയിന്റ് കൊണ്ടാണ് ചെയ്യുന്നത്. ഈ അക്രിലിക് പെയിന്റ് ഈ പഴയതിൽ പിടിക്കണില്ല. അപ്പൊ എന്താ വെച്ചാൽ പഴയ കാലത്തെ പോലെ തന്നെ ചാറുകളും ഇലയുടെ ചാറുകളും ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെ ട്രേസ് ചെയ്ത് അതെടുത്ത് ഫ്രണ്ട് മാത്രമേ ഇപ്പൊ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ നല്ല ചിലവ് 19,000 റുപ്യ ആയി. അപ്പോ അതുകൊണ്ട് ഇനി ഓരോ സ്ഥലം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് ഭഗവാൻ സഹായിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. എൻ്റെ പേര് ത്രിവിക്രമൻ. ഞാൻ തൃക്കടിയിൽ മൂന്നൂർത്തി ക്ഷേത്രത്തിലെ മേശാന്തിയാണ്. മെയിൻ പൂജകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഉഷപൂജയും ഉച്ചപൂജയും കൂടി ഒന്നിച്ചിട്ടുള്ള ഒറ്റ പൂജ പതിവുള്ളൂ. വൈകുന്നേരം അത്താഴ പൂജ. അത് രാവിലെ ഒരു 6 മണിക്ക് പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 9:30 പൂജ തീരും. പിന്നെ ത്രികാല പൂജ ഉണ്ടെങ്കിൽ ഉഷപൂജ, ഉച്ചപൂജ, അത്താഴ പൂജ അങ്ങനെ വ്യത്യസ്തമായിട്ട് പതിവുണ്ട്. അസ്തമന പൂജകൾ പതിവുണ്ട്. ആ സമയങ്ങളിൽ തന്ത്രി വന്നിട്ട് നടത്തുന്നതായിരിക്കും. പിന്നെ ഉള്ള മെയിൻ ഉത്സവം എന്ന് പറഞ്ഞാൽ ജയാബലി. അത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ മാത്രമേ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇത്രയും കാലമായിട്ട് എൻ്റെ ഓർമ്മയിൽ തുറന്നു പോരുന്നു. അതാണ് മെയിനായിട്ടുള്ള തിരുവാതിര കാലത്ത് നടത്തുന്ന ഒരു ഉത്സവം. പിന്നെ ശിവരാത്രി, പിന്നെ വിഷ്ണുവിൻ്റെ എല്ലാവിധ വിശേഷങ്ങളും ഇവിടെ ഭംഗിയായിട്ട് കൊണ്ടാടാറുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി, ശ്രീരാമനവമി. കാരണം വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ 3 പ്രതിഷ്ഠയും ഉള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രം, ഇത്തരത്തിലുള്ള ക്ഷേത്രം വളരെ അപൂർവമായിട്ടാണ്. 3 പ്രതിഷ്ഠകളുള്ള ക്ഷേത്രം വളരെ അപൂർവമാണ് ഇന്ത്യയിൽ. ക്ഷേത്രം കണ്ടുപിടിച്ചിട്ടുള്ള പൂർവസൂയുടെ ഒരു സാങ്കല്പിക പ്രതിഷ്ഠയാണ് ഇത്. ഈ പ്രതിഷ്ഠയ്ക്ക് പുറത്ത് ഇരിക്കുന്നതും അതിനോട് തൊട്ട് ഉള്ളത് ആ ശ്രീകോവില് ശ്രീകൃഷ്ണനായിട്ട് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണനാണ് ഈ ശ്രീകോവിലുള്ളത്. ഓം നമോ ബ്രഹ്മണേ ശങ്കരനാരായണായ നമ. ഞാൻ മൂന്നുമൂർത്തി അമ്പലത്തിൻ്റെ മാതൃസമിതി പ്രസിഡന്റാണ്. എൻ്റെ പേര് ജ്യോതിലക്ഷ്മി എന്നാണ്. ഞങ്ങളുടെ മാതൃസമിതിയിൽ 103 അംഗങ്ങളാണുള്ളത്. ഞങ്ങൾ ഈ അമ്പലത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-25 വർഷമായി. എല്ലാ തിങ്കളാഴ്ചയും ഭജന തുടങ്ങിയ കാര്യങ്ങൾ നടത്താറുണ്ട്. കർക്കിടക മാസത്തിൽ 31 ദിവസം നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തിരുവാതിരയ്ക്ക് ദശസഹസ്രദീപത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത് മാതൃസമിതിയാണ്. മൂന്നുമൂർത്തി ക്ഷേത്രത്തിലെ ഉപദേവന്മാരായിട്ടുള്ള ശാസ്താവ്, ഭഗവതി എന്നുള്ള സങ്കല്പമാണ് ഈ ശ്രീകോവിലുള്ളത്. ഇവിടുന്ന് അനവധി ആളുകൾ ശബരിമലയ്ക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്.
ഞങ്ങളിപ്പോൾ കഴുകപ്രവൃത്തി ചെയ്യുന്ന വരസ്യരാണ്. കുട്ടികളുടെ പേരിലാണ് ഇത് നടക്കുന്നത്. പക്ഷെ ഞാൻ സഹായിക്കാൻ വരാൻ തുടങ്ങിയിട്ട് ഹസ്ബൻഡ് ഉള്ളപ്പോഴും പിന്നെ 50 വർഷത്തോളമായി ഞാനിവിടെ. എൻ്റെ പേര് ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ്. ഈ ക്ഷേത്രത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. പക്ഷെ ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിൽ 2 ട്രസ്റ്റിമാരുണ്ട്. ഒന്ന് കൂത്തിരിങ്ങോടും ഒന്ന് മാത്തൂരും. അതിൽ മാത്തൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഞാൻ. ഇതിന്റെ പഴക്കം എത്രയാണെന്ന് പറയാൻ വയ്യ, അത്ര അധികമുണ്ട്. എന്തെങ്കിലും വേറെ ഒന്നും പറയാനില്ല. തൃക്കടേരി മൂന്നുമൂർത്തി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ അത്രി മഹർഷിക്കും അനസൂയ ദേവിക്കും കൂടിയിട്ട് അനസൂയ ദേവിയുടെ പാതിവൃത്യം പരീക്ഷിക്കാൻ വേണ്ടി 3 മൂർത്തികൾ വരികയാണ്. അപ്പൊ അവർ 3 മൂർത്തികൾ വന്ന് സന്യാസി രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് അവർ വന്നിട്ട് ഭക്ഷണം ചോദിച്ചു. അനസൂയ ദേവി കുളിച്ചു വരാൻ പറഞ്ഞു. കുളിച്ചു വന്ന് ഭക്ഷണം വിളമ്പിയപ്പോൾ അവർക്ക് ഡ്രസ്സ് ഇല്ലാതെ വിളമ്പിത്തരണം, അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ അനസൂയ ദേവി തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അനസൂയ ദേവിക്ക് മനസ്സിലായി ഇത് പരീക്ഷണമാണെന്നുള്ളത്. അപ്പൊ ആ 3 ത്രിമൂർത്തികളെയും അവർ ബാലരൂപത്തിലാക്കിയിട്ട് മടിയിലിരുത്തി ചോറ് കൊടുത്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെയുള്ള സങ്കല്പമാണ്. അത് കാരണം ബാലരൂപത്തിലാണ് 3 പ്രതിഷ്ഠയും സങ്കല്പമുള്ളത് ഇവിടെ. പിന്നെ ക്ഷേത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 13,000 പറ പാട്ടം കിട്ടിയിരുന്ന ക്ഷേത്രമാണത്. ഇപ്പൊ പോയിട്ടൊക്കെ ഭൂപരിഷ്ഠ നിയമം വന്ന ശേഷം എല്ലാവരും ഭൂമിയൊക്കെ ദേവസ്വങ്ങളിൽ പോയ പോലെ മൂന്നൂർത്തി ദേവസ്വത്തിന്റെ ഭൂമി പോയി. ഇപ്പൊ ആ 13,330 രൂപ ആ ഗവൺമെന്റ് നമുക്ക് തരുന്നത്, അതിന്റെ ഇതിനായിട്ട് തരുന്നത്.
യയം ഭാഗമേതരായ സ്പോഷായ സമാനസ്യ സന്തോ അതിദേവതാ പ്രത്യതിദേവതാ സഹിതായ ഭഗവതേ ആദിത്യായ നമഃ മകം നക്ഷത്രദേവതായേ നമഃ. ഓം ഹ്രീം നമഃ ശിവായ നമഃ ശംഭവേ നമഃ യോഗവേ നമഃ ശങ്കര. ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. ആപത് നിവാരണാർത്ഥം ആരോഗ്യ ബല അഷ്ടൈശ്വര്യ സിദ്ധ്യർത്ഥം സർവാഭീഷ്ട ഫല പുരുഷ. ഞാൻ രാജകുമാർ, തൃക്കടേരി മൂന്നുമൂർത്തി ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. ഒരു 9 വർഷമായിട്ട് ഇവിടുത്തെ ചുമതലയേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ഉത്സവാദി കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ആളാണ് ഇദ്ദേഹം. കൃഷ്ണപ്രസാദ് ഇവിടുത്തെ പൂജക്കൊട്ടൻ്റെ ആളാണ്. അദ്ദേഹം നമ്മുടെ മാനേജർ ക്ലർക്ക് ചക്രപാണി. അദ്ദേഹം അരവിന്ദാക്ഷൻ കമ്മിറ്റി അംഗമാണ്. അതുപോലെ അപ്പുറത്തുള്ള ആള് രഞ്ജിത്ത് നമ്മുടെ ഒരു കമ്മിറ്റി അംഗം തന്നെയാണ്.